ഇന്നലെയാണെങ്കിൽ സ്റ്റോർ റൂമിൽ ഒരു പാക്കറ്റ് സേമിയ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മൂസാണെങ്കിൽ പറഞ്ഞു നാളെ എനിക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ സേമിയ പായസം മതിയെന്ന്. എന്നാൽ പിന്നെ മക്കൾ ചെറിയ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ പിന്നെ നമ്മൾ നടത്തി കൊടുക്കണമല്ലോ. എന്നാൽ പിന്നെ പായസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഒന്ന് വൈകിട്ട്. അപ്പോൾ നമ്മൾ സാധാ സേമിയ പായസം അല്ല കേട്ടോ, ഷുഗർ ക്യാരമലൈസ് ചെയ്തിട്ടാട്ടോ സേമിയ പായസം ഉണ്ടാക്കണേ. അതിന് ആദ്യം തന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ക്യാരമലൈസ് ചെയ്തെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 2 പാക്കറ്റ്, അതായത് 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ തണുത്ത പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ക്യാരമലൈസ് ചെയ്ത ഷുഗറെല്ലാം ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ കട്ടയായിട്ടിരിക്കും കേട്ടോ. അത് കുഴപ്പമില്ല, നമ്മുടെ പാല് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അത് നല്ലപോലെ മെൽറ്റായി വന്നോളും. അത് കഴിഞ്ഞിട്ട് പാലൊക്കെ തിളച്ച് വന്നു. പിന്നെ അതിലേക്ക് ഞാനൊരു 3/4 കപ്പ് സേമിയ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സേമിയ വെന്ത് വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഒരു 3-4 ഏലക്കയും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു. എൻ്റെ ഷുഗർ ക്യാരമലൈസ് ചെയ്തത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. അതാട്ടോ ഏലക്കയുടെ ഒപ്പം ഞാൻ പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചത്. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ 1-2 ഏലക്കയൊക്കെ ഉള്ളൂവെങ്കിൽ ഷുഗർ കുറച്ചിട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഏലക്ക പൊടിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്താലും മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പായസമൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നു. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യിൽ കുറച്ച് കാഷ്യൂ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പായസമാകുമ്പോൾ പിന്നെ കുറച്ച് നെയ്യൊക്കെ ചേർത്താലേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂല്ലോ. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇത് നമ്മൾ ശരിക്കും ക്യാരമലൈസ് ചെയ്തുണ്ടാക്കുമ്പോൾ നമ്മളല്ലെങ്കിൽ സേമിയ ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്യില്ല ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇതാവുമ്പോൾ പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും ഒരു മിൽക്ക് മെയ്ഡൊക്കെ ചേർന്നൊരു ഫ്ലേവർ നമുക്കിതിനകത്ത് കിട്ടും കേട്ടോ.